കളറ് കണ്ടോ അവൻ്റെ? എന്നോട് പ്രോട്ടീനാണോ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞ റോ പൊട്ടിപ്പോയി. കേൾക്കാം. ഫിഷോ നമ്മുടെ റിയൽ വാരിയുടെ ചീറ്റ എന്ന് പറഞ്ഞൊരു ഫ്രോ കേട്ടോ. റിയൽ വാരി ചീറ്റ 17 ഗ്രാം വെയിറ്റുള്ള ഫ്രോ. നല്ല സൈസ് ഫ്രോ. നല്ല സൈസ് പറഞ്ഞാൽ നല്ല സൈസുണ്ട്. നല്ല സൈസുള്ള ഫ്രോ. 17 ഗ്രാമും ഉണ്ട്. മപ്പ് കാസ്റ്റിങ്ങും. റിയൽ വാരിൻ്റെ ചീറ്റ കേട്ടോ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഒരു ചെറുമീൻ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. ഒന്നത്തില തൂക്ക് വിടുന്ന തന്നെ ഉള്ളു. ഞാൻ പറഞ്ഞ റോ പൊട്ടിപ്പോയി. ഞാൻ പറയാം അവിടെ നിന്ന് മീൻ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് 2 പ്രാവശ്യം റോ പൊട്ടിപ്പോയി. ലീഡർലൈൻ പൊട്ടിപ്പോയി. ലീഡർലൈൻ പൊട്ടിപ്പോയി. ഞാൻ ഓർത്തോ ലീഡർലൈൻ ഒന്ന് മാറ്റിയിടണം. പക്ഷെ എന്നെ മണ്ടത്തിനാ കാണിച്ച് അപ്പായിട്ടല്ല അടിച്ച്. അതിപ്പോ ചാടും. ഒരു ജമ്പ് കാണിച്ച ഭാഗ്യം ഉണ്ടെങ്കിൽ പായാകാൻ ചാൻസ് ഉണ്ട്. ആ ഫ്രോഗ് പോകാൻ ഈ സങ്കടം. എനിക്ക് അതിനൊരു വാഗം കൂടെ പിടിച്ചിട്ടൊരു ഫ്രോഗ് ഒരു നല്ല റിവ്യൂ എടുക്കാൻ നടത്തായിരുന്നു. അത് മൂഞ്ചി പറഞ്ഞാൽ മതി. അപ്പടിയല്ലേ അടിച്ചു. ഇവനാ കുറച്ച് മുമ്പ് അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ. അത് തുപ്പിക്കളോ ചിലപ്പോ തുപ്പും, ചിലപ്പോ പൊങ്ങും. പൊട്ടിയത് അങ്ങനെയാണ്ട് പൊട്ടിയ ലീഡറിനെ പൊട്ടി. ആ വലി വലിച്ച പൊങ്ങിയല്ലേ? അവിടെ വന്നിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ പൊങ്ങി. വാഹയാന്ന് എനിക്കും തോന്നുന്നു. പക്ഷെ ഞാൻ ലീഡറിനെ വലിയ ലീഡറിനെ ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, ആ ഫ്രോഗും പോയി. എന്നെ പറയാം. അവനെ കൊണ്ട് എത്ര നേരം കൊണ്ട് അടിപ്പിച്ചാന്നറിയാനത്. ആദ്യത്തെ അടി അടിച്ച് അവൻ കയറിപ്പോകുന്നത്. ഈ ലീഡറെ പുറോട് വലിച്ചപ്പോൾ നീ അവിടെ വല്ല ഉടക്കോ പൊട്ടു വരും കമ്പി വല്ലതും കൊണ്ടോന്ന് സംശയമുണ്ട്. ബാഡ് ലക്ക്. ആ ഫ്രോഗ് പോയി ഗൈസ്. ആ ഫ്രോഗ് പോയി. അടുത്ത ഫ്രോഗ് ഇട്ട് ലീഡറേനും കിട്ടി. മാക്കോ എൻ്റെ കൂടെ ഇവൻ്റെ ഫ്രോഗ് ഇവിടുന്ന് തന്നെ അഴിഞ്ഞ് താഴെ പോയി. എനിക്കറിയത്തില്ല എന്നൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എൻ്റെ ഫ്രോഗും പോയി, അവൻ്റെ ഫ്രോഗും പോയി. രണ്ടാമത് മേടിച്ച ഫ്രോഗ് അത്. അതാ പോകുമ്പോൾ സങ്കടം വരുന്നത്. ഒരു അനക്കം നടന്നിട്ടുണ്ട് അവിടെ. എനിമി സ്പോട്ടഡ്. ആകെ ഉണ്ട് അടിക്കും കേട്ടോ. അവൻ തന്നെ അടിക്കുമെന്നാ ഫ്രോഗും കൂടെ കിട്ടിയത്. അത് പോട്ടാ. അടുത്ത് ഫ്രോ എടുത്തിട്ട് അതുകൊണ്ട് ഫ്രോ പോയല്ലേ. ഇത് മീൻ കയറിയില്ലല്ലോ. നീളം വെച്ച പുറകെ വന്നിരുന്ന കോർത്തി തന്നെ അറിയും. ഉള്ള കാര്യം ഞാൻ പറയാം. ആ നീ പോയി പിടിക്കടാ. എടാ ചൂണ്ട കിടന്നതിൻ്റെ കീഴെ വന്നിരുന്ന കോർത്തി, ചെവിയെ കോർത്തി തന്നെ എറിയും കേട്ടോ.
അവനല്ല അത് വേറെ. ആണോ? ഇതാണോ നിന്നെ പഠിപ്പിക്കാം. അങ്ങോട്ട് വാ. നീ എന്തിനാ തുണിയൊക്കെ എടുക്കുന്നത്? നീ എന്നെ തപ്പം തന്നെ. ഫ്രോഗ് വേണോ നിനക്ക്? ഫ്രോഗ് വേണോ? ഒരു ഗീവ് ആയിട്ട് തരട്ടെ ഒരു ഫ്രോഗ്. അപ്പം അമ്മ വന്ന് നിൽക്കുവാ. ഇറക്കിയാന്നറിയാം ഞാൻ. എത്ര ഏറങ്ങിട്ട് ഇറക്കിയാന്നറിയാം. നീ ഓർത്ത് എനിക്ക് വന്നപ്പോൾ തൊട്ട് എറിയും ഈ ഗ്യാപ്പ് തന്നെ. അപ്പോൾ എല്ലാം അലാട്ടായിട്ട് നിൽക്കുമല്ലേ. ഇവിടെ നിനക്ക് എന്നാത്തിൻ്റെ കേടാടാ നീ ഇവിടെ കിടന്ന് എന്നാക്കെയാ നീ കാണിക്കുന്നത്? നല്ല ഭാഗ്യമുള്ള മീനത്, മനസ്സിലായോ? നല്ല ഭാഗ്യമുള്ള മീനവൻ. ഒരു 2 പ്രാവശ്യം അടിച്ചിട്ട് രണ്ടാമത്തേനും റൈഡ് പൊട്ടിപ്പോവാന്ന് പറഞ്ഞാൽ, അല്ല റീഡറേയും പൊട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു എവിടെ നിന്ന് വന്ന് ഇറങ്ങിയാന്ന് അടിച്ചാന്നറിയോ? പക്ഷേ അതാ പറയാം, അവൻ തന്നെ ഇറങ്ങി വന്ന് അടിച്ചേ. ഈ സമയത്ത് ഏറ് കൊടുക്കേണ്ടതുണ്ടോ? വെള്ളം കിടക്കുന്നുണ്ടോ? നൈസായിട്ട് കിടക്കുന്നുണ്ടോ? എടുത്തെറി, ഏതെങ്കിലും ഫ്രോടിച്ചെറി. എൻ്റെ കടിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് കേട്ടോ. എന്നെ കാസ്റ്റിങ് അങ്ങ് പോവോ, സാധനം അങ്ങ് പോവോ. എന്തായിരുന്നു കേൾക്കാം. ഫിഷ് ഓൺ, ചെറുമീന. നീ വിളിച്ചതിൻ്റെ ഐശ്വര്യം. അത് ഈ മൂലന്ന് അടിച്ചോണ്ട. അയ്യോ ഉടക്കിയോടാ. മറിക്കണം അവിടുന്ന്. വേറെ കളറ് കണ്ടോ അവൻ്റെ? കളറ് കണ്ടോ അവൻ്റെ? എന്നോട് പ്രോട്ടീനാണോ കഴിക്കുന്നത്? ആദ്യം അടിച്ച് കിട്ടില്ല, സൈക്കില്ല. അടിച്ച ഫ്രോ നമ്മുടെ ചീറ്റ ഫ്രോയിലാണ് അടിച്ചത് കേട്ടോ. റിയൽ വാരൻ്റെ ചീറ്റ. നൈസ് കളർ കേട്ടോ. കളറെന്നൊക്കെ പറഞ്ഞു കളർ പറയാതിരിക്കാം. ഇന്ന കളറാണ് എനിക്ക്. നല്ല ഡിസൈൻ. അവളുമ്പോഴല്ലേ അവന്മാര് കുളിച്ചത്. 2 സെയിം അല്ലേ? ഇതിൽ കൂടുതൽ മീനുണ്ട് ഇതിനകത്ത്. അപ്പോഴോ മീൻ ഇവിടെ വരുന്നില്ലെന്നോ? ഇവിടുന്നാ പിടിച്ച ഞാൻ. നിങ്ങളിപ്പോ സോപ്പും പത ഇട്ട് ഞാൻ ഇനി വൈകിട്ട് പോകുമ്പോ സോപ്പും പതയും കഴിക്കണം. അതിനൊന്നും കുഴപ്പമില്ല, വീട്ടിൽ പോയി ഇറക്കിക്കൂടെ. നിന്റെ ഇരിക്കുന്ന ഫ്രോഗ് അതായത് ടെറ്റ്സു ആണോ? അല്ല ഫ്രോഗ് ഏതാണെന്ന് ചോദിച്ചില്ല. അതിന് മുടക്കി അങ്ങനെ വലിച്ച ടൈറ്റ് ആവും ഫ്രോ. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ ഫ്രോ ഒരിക്കലും കിട്ടാതെ വരും. ഇപ്പുറത്തോട് മാറി എന്ന് വലിച്ച് ഇംഗ്ലീഷ് വീഡിയോ കണ്ടായിരിക്കും അല്ലേ? അത് ലൂറ കേട്ടോ. ഇത് ഫ്രോഗാ, വേറെ ഐറ്റം ഉണ്ട്. എന്നാൽ ഐറ്റം ഒന്ന് കാണിച്ച്. ഫ്രോ ഉടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും സ്പീഡിൽ വലിക്കരുത്. നമ്മൾ പയ്യെ പയ്യെ വലിക്കാവുള്ളൂ. വലിക്കും തോറും അത് ടൈറ്റ് ആകത്തുള്ളൂ. എന്താ ഇതുണ്ട്. ഇപ്പോൾ എന്നെ ഉടക്കേണ്ട ചാൻസ് ഉണ്ട്. ഞാൻ വലിക്കുന്നുണ്ട്. ഇതുണ്ട് പുല്ല് വരുമ്പോൾ ഇങ്ങനെ വലിക്കണം. കണ്ടോ കണ്ടോ? ഇങ്ങനെ വലിക്കാവുള്ളൂ. ഒരിക്കലും വലിച്ച് വറക്കല്ലേ. വലിച്ച് വറച്ചാൽ അത് പുല്ലെ കയറി ഇത് മറ്റേ ഇതാവും. കുനാഫിയായ അറിയാം. എൻ്റെ സുട്ട് വരുന്നുണ്ട്. സുട്ട് വേടാ വാ. സുട്ട് ഇപ്പോൾ പണി തരും നമുക്കിട്ട്. നമ്മളിവിടെ വന്ന്
എറിഞ്ഞ് മൂന്നാമത്തെ ഏറിനടിയെ ഒരു മപ്പ് ചേർമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചത് നമ്മുടെ ചീറ്റ ഫ്രോഗിൽ അടിച്ചിരിക്കുന്നുണ്ട്. റിയൽ വാരിൻ്റെ ചീറ്റ. ഒരു 17 ഗ്രാം വെയിറ്റുള്ളൊരു ഫ്രോഗ്. ഏത് ടെറ്റ്സു ഇതിൻ്റെ തന്നെ റിയൽ വാരിയർ. നേരെ വെള്ളം എടുത്തെങ്കിൽ അടുത്തതിന് അത് ചെരിഞ്ഞെടുക്കും. മനസ്സിലായോ? അല്ലാണ്ട് അവനെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വരവുണ്ട് പടഞ്ഞ് എന്തോ അവന് ഫുഡ് കിട്ടി. അവന് കളറും ഉണ്ടോടാ. എന്നെ കളറും എൻ്റെ ബ്രദറെ. കൊടുക്കാതെ എടുക്കുന്നുണ്ട്. അതുണ്ട് ഇത്ര ഉടക്കൊണ്ട് നോക്കി. ഇത്ര പുല്ലിനടക്കൂടെ ഞാൻ വലിച്ചെടുത്ത് പതുക്കെ വലിക്കണം. ഒരിക്കലും വലിച്ചു പറക്കില്ല പുല്ലിനകത്തൂടെ. എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ. ഉണ്ട് അങ്ങനെ ഇങ്ങനെ വെക്കണ്ട. പതുക്കെ നോർമലി വലിച്ചാൽ അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ കയറിയത് ഉടക്കും. നോർമലി പയ്യെ വലിച്ചാൽ മതി. സാറിന് ചുറ്റുന്ന പോലെ പയ്യെ അങ്ങ് വലിച്ചാൽ മതി. അവിടെ ഒരുത്തരല്ല, അവിടെ 3 പേര് നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഒരുത്തരം നമ്മൾ തൂക്കും. ഞാൻ പറഞ്ഞ ചേർമീൻ അടിപ്പിന് ഫാൻസ് എന്നെ കാര്യം എന്നറിയോ? ഉണ്ടോ അവിടെ ഇവിടെ ചേസ് വന്നടാ. ചേസ് വന്നു. നീ കണ്ടില്ലായിരുന്നു? നിനക്കടിയാ മൊത്തം. നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ചേർമീൻ വേണമെന്നില്ല. അടിക്ക് കളയല്ലേ മീന്. നല്ല കൊടുപ്പ് കൊടുത്തിട്ടാണ്. ഞാൻ പറയാൻ കാര്യം എന്നാ ചേർമീൻ ഇത് അടിക്കുമെന്ന്. ഈ ചീറ്റ ഫ്രോഗിന്, ഈ ചീറ്റയല്ലേ ഈ റിയൽ വാരിൻ്റെ, എൻ്റെ സൗണ്ട് കേട്ടോ നീ? എൻ്റെ സൗണ്ടാണെന്നറിയോ? പളവളന്ന് ഭയങ്കര വേറെ ടൈപ്പ് സൗണ്ടാണ് അതിന്. അതാ ഞാൻ പറഞ്ഞു ചേർമീൻ നേരെ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് വെയിറ്റും ഉണ്ട്. അങ്ങ് പറപ്പിക്കാം നമുക്ക്. ഓ 2 ഫ്രോ ഒരുപോലെ വരുന്നു. 2 ഫ്രോയിൽ ഒരുപോലെ 2 മീൻ അടിക്കണം. അവിടെ കൂട്ടിയിടിച്ചു. ക്ലാഷ് ഓഫ് ക്ലാനായി. ആ മീൻ ഇവിടെ വന്നിട്ട് തന്നെ അടിച്ചത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിൻ്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ശ്രദ്ധിച്ചില്ല. അല്ല ഇച്ചിരി സ്ലോ ആക്കി കൊടുത്താൽ ചിലപ്പോൾ അടിച്ചാനത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയാൽ മതി. ഞാനും ഇതുണ്ടോ ഒപ്പം എറിഞ്ഞിരുന്നെങ്കിലും ഉണ്ടോ എപ്പോഴും നോക്കണം ഇങ്ങനെയൊക്കെ. ഓരോ വലി കഴിഞ്ഞിട്ട് എന്നാ അവസ്ഥ. 2 ചരടൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടത് എവിടെ നിന്നാണെന്നറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഇതാട്ടോ നമ്മുടെ റിയൽ വാരിൻ്റെ ചീറ്റ ഇടുക്കം സാധനം. പെശക്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ പെശക്ക് സൗണ്ട്. എനിക്കൊരു വാഹയം കൂടെ പിടിക്കണം ഇതും കൊണ്ട്. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. കുറേ നേരമായിട്ട് ഏതാണ്ട് കുത്തി മറയുന്നുണ്ട്. പക്ഷെ നല്ല അടിയായിരുന്നു ബ്രദർ അടിച്ച്. ഞാൻ വേറെ എന്താ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴും അവൻ അടി വന്നു. എനിക്കൊന്ന് ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി, പാനിക്കായിപ്പോയി. എന്നെ പറയാനാ മച്ചാനെ, എൻ്റെ മച്ചാനെ. അടിക്കൂടാ ഇവിടെ ഉണ്ടെങ്കിൽ വേറെ എവിടെ പോകാൻ. നമ്മൾ ആ ചേർമീനെ മേടിച്ചിട്ട് നേരെ വേറെ സ്പോട്ടിൽ വന്നു. ഇവിടെ നിന്നും എല്ലാം കിട്ടുമോ? അവിടെ ആളൊക്കെ കൂടി പിന്നെ നമ്മൾ സ്പോട്ടുകൾ